കാമുകിയില്ലാത്തതുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യം തൂങ്ങി മരിക്കാൻ നോക്കി, പക്ഷേ കയർ പൊട്ടിപ്പോയി. പിന്നെ കീടനാശിനി കുടിച്ചു, പക്ഷേ അത് കാലഹരണപ്പെട്ടതായിരുന്നു. അവന് ഛർദ്ദിച്ചു. അതിനുശേഷം ഷോക്കേറ്റ് മരിക്കാൻ ശ്രമിച്ചു, പക്ഷേ കറന്റ് പോയി. സ്വയം കത്തിക്കാൻ ഗ്യാസ് ഓണാക്കി, പക്ഷേ സിലിണ്ടർ ഒഴിഞ്ഞതായിരുന്നു. പിന്നെ കാറിൽ പുക നിറച്ച് ശ്വാസം മുട്ടിമരിക്കാൻ നോക്കി, പക്ഷേ കാർ കേടായിരുന്നു. ക്ഷീണിച്ച് പ്രതീക്ഷ നശിച്ച അവൻ റോഡിലൂടെ നടന്നു. അപ്പോൾ ഒരു ആംബുലൻസ് അവനെ ഇടിച്ചു. അതിലുണ്ടായിരുന്ന ഡോക്ടർ അവന്റെ ജീവൻ രക്ഷിച്ചു. പിന്നീട് അവൻ മുങ്ങിമരിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഒരു ബോട്ടിൽ വീണു വീണ്ടും രക്ഷപ്പെട്ടു. ഇപ്പോൾ അവന് ആശയക്കുഴപ്പത്തിലായി. ഓരോ ജീവിതത്തിനും ഒരു ലക്ഷ്യമുണ്ടെന്ന് ആളുകൾ പറയുന്നു, പക്ഷേ എന്റെ ലക്ഷ്യമെന്താണ്? അവന് മാതാപിതാക്കളെയും ബാല്യകാലത്തെയും നഷ്ടപ്പെട്ടിരുന്നു. വളർന്നപ്പോൾ അവനൊരു എഴുത്തുകാരനാകാൻ ആഗ്രഹിച്ചു. ഒരുപാട് പുസ്തകങ്ങൾ എഴുതി, പക്ഷെ ഒന്നും പ്രസിദ്ധീകരിച്ചില്ല. അവൻ പല പെൺകുട്ടികളോടും പ്രണയാഭ്യർത്ഥന നടത്തി. ഓരോരുത്തരും അവനെ നിരസിച്ചു. അവനെല്ലാം ഉപേക്ഷിച്ച് ചിന്തിച്ചു, എനിക്ക് സ്വയം മരിക്കാൻ കഴിയില്ലെങ്കിൽ അതിനായി ഒരു ഹിറ്റ്മാനെ ഏർപ്പാടാക്കാം. അവനൊരു 70 വയസ്സുകാരനായ കൊലയാളിയെ കണ്ടെത്തി. ആൺകുട്ടി ചോദിച്ചു, എന്നെ കൊല്ലുമോ? ഹിറ്റ്മാൻ ചിരിച്ചു, നീ കഴിച്ച ഉപ്പിന്റെ അളവിനേക്കാൾ കൂടുതൽ കൊലപാതകങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അവനൊരു ലിസ്റ്റ് കാണിച്ചു ചോദിച്ചു, നിങ്ങൾക്കെങ്ങനെ മരിക്കണം? എന്നിട്ട് സ്വയം നിർദ്ദേശിച്ചു, ഒരു കുട്ടിയെ രക്ഷിച്ചുകൊണ്ട് മരിച്ചാൽ ആളുകൾ നിങ്ങളെ ഒരു നായകനായി കാണും. ആൺകുട്ടിക്ക് ആ ആശയം ഇഷ്ടപ്പെട്ടു. ഹിറ്റ്മാൻ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ട്? ആൺകുട്ടി മറുപടി നൽകി, $2000. ഹിറ്റ്മാൻ ചിരിച്ചു, അത് ഇന്ധനത്തിന് പോലും തികയില്ല. അങ്ങനെ അവർ ഏറ്റവും വില കുറഞ്ഞ ഓപ്ഷൻ തിരഞ്ഞെടുത്തു, ഒരു വെടിയുണ്ട. ഇടപാട് ഉറപ്പിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ കൊലപാതകം നടക്കും. എന്നാൽ അടുത്ത ദിവസം ആൺകുട്ടിയുടെ പുസ്തകങ്ങൾ വൈറലായി. ഒരു പ്രസാധകൻ കൂടുതൽ കോപ്പികൾ ആവശ്യപ്പെട്ടു. ആൺകുട്ടിക്ക് അതിയായ സന്തോഷമായി. അവൻ ഹിറ്റ്മാനോട് പറഞ്ഞു, ഇപ്പോൾ കാത്തിരിക്കുക. പക്ഷെ ഹിറ്റ്മാൻ കെട്ടിടത്തിന്റെ മുകളിലെത്തി വെടിയുതിർത്തു. വെടിയുണ്ട പ്രസാധകനെ കൊണ്ടു. അവൻ വീണ്ടും വെടിയുതിർത്തു, പക്ഷേ ലക്ഷ്യം തെറ്റി. ഹിറ്റ്മാൻ പറഞ്ഞു, 2 തവണ ലക്ഷ്യം തെറ്റിയോ? ഇത് എന്റെ പ്രശസ്തി നശിപ്പിക്കും. പിന്നീട് പ്രസാധകന്റെ മകൾ ആൺകുട്ടിയെ കാണാൻ വന്നു. അവൻ അവളോട് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോകുന്നു. അവൾ പറഞ്ഞു, എങ്കിൽ ആ ഇടപാട് റദ്ദാക്കുക. അവൻ വിളിച്ചപ്പോൾ കോൾ വീടിനകത്തു നിന്നാണ് വരുന്നതെന്ന് അവന് മനസ്സിലായി. ഹിറ്റ്മാൻ ഇതിനകം അവിടെയുണ്ടായിരുന്നു. ആൺകുട്ടിയും പെൺകുട്ടിയും ഓട്ടി, പക്ഷെ പുറത്ത് ട്രാഫിക് പോലീസ് അവരെ തടഞ്ഞു. അപ്പോൾ ഹിറ്റ്മാൻ വെടിയുതിർക്കുകയും പോലീസുകാരനെ കൊള്ളുകയും ചെയ്തു. അവർ ഒരു ബൈക്കിൽ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഹിറ്റ്മാനെ കമ്പനി ഏജന്റുമാർ പിടികൂടി നിർബന്ധിത വിരമിക്കലിന് വിധേയനാക്കി. പക്ഷെ ചോദ്യം അവശേഷിക്കുന്നു, ആൺകുട്ടി രക്ഷപ്പെട്ടോ? അതോ ഹിറ്റ്മാൻ പ്രതികാരത്തിനായി തിരിച്ചുവരുമോ?